ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും ഒക്കെ നമുക്കിത് മേടിക്കാൻ പറ്റും, ലൈക്കും എല്ലാം മേടിക്കാൻ പറ്റും. ലൈക്ക് മേടിച്ച് ഉണ്ടായതല്ല, ഞങ്ങളുടെ കേക്ക് വാങ്ങിച്ചവർ ഇഷ്ടപ്പെട്ടതാക്കിയതാണ്. എന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എത്ര കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ ഡ്യൂപ്പ് മാർക്കറ്റിംഗ് പരിപാടി ഒന്നും ഞങ്ങൾ ഡ്യൂപ്പ് മാർക്കറ്റിംഗ് ഒന്നും അല്ല ചെയ്യുന്നത്. ആളെ മനസ്സിലാവേണ്ടതല്ല. ഞാൻ നാളെ ഒരു സിനിമ എടുത്താലും ബാബുവേട്ടന് ഒരു മാസം എൻട്രി വെച്ചിട്ട് ഫൈറ്റിൽ അല്ല ബാബുവേട്ടൻ വന്നിട്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ മോനെ നന്നായി. ചന്ത ടൂവില് ആ ചന്തയിലെ ഒരു പലചരക്കടക്കാരനായിട്ടാണ് എന്നോട് പറഞ്ഞത്. ബാബുവേട്ടൻ വന്ന് എന്നോട് കാശ് ചോദിക്കും, ഞാൻ ചോദിക്കും തരാൻ മനസ്സില്ലെങ്കിലും ബാബുചേട്ടനോട് ഫൈറ്റ് ഉണ്ട്. അതില് ബാബുചേട്ടനെ പരാജയപ്പെടുത്തും. ഇല്ല അല്ലല്ല, കട്ടക്ക് നിൽക്കുമ്പോ പോലീസ് വരും. വരുന്നവരെ അടിച്ചിടുക, നോക്കൂല. സ്കൂളിൽ പോലും പഠിക്കാത്ത ഒരാള് പിള്ളേർക്ക് നീ വൈകിട്ട് വീട്ടിൽ വാ ഞാനത് പറഞ്ഞു തരാം എന്ന് പറയുമ്പോ 10 വയസ്സുടെ കാര്യം അറിയാം. അങ്ങനെ കാലിങ്ങനെ ആട്ടിട്ട് നമുക്ക് ചോദിക്കുമല്ലോ പുള്ളിയോട്, നീ ആണോടെ കൊല്ലുന്നത്? കൊല്ലണമെന്നുണ്ടായിരുന്നു, പക്ഷേ സൗകര്യത്തിന് കിട്ടിയില്ലെന്ന്. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, സൗകര്യത്തിന് കിട്ടിയില്ല. എടാ 10 മണിക്കത്തെ വണ്ടി ഇവന്ന് വരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മളാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ഇതെപ്പോ തീരുമെന്ന് പറയാൻ പറ്റില്ല. അല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി കണക്ക് പറ്റില്ല, സയൻസ് പറ്റില്ല, ഇംഗ്ലീഷ് പറ്റുകയില്ല. ഫിസിക്സിലെ മറ്റേ കെമിസ്ട്രി തലവേദന അതുകൊണ്ട് ഇത് ഇഷ്ടമേയല്ല. ശരിയാണോ? സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത എനിക്കിതിനകത്ത് പറ്റില്ല. കൊല്ലംകാർക്കൊരു സന്തോഷ വാർത്ത. ലൈറ്റ് വെയ്റ്റിന്റെ റാണിയായ അൻഷുര ജ്വല്ലേഴ്സ് ആൻഡ് ഋതു ഡയമണ്ട്സ് ഇപ്പോ അടൂരും കൊച്ചിയിലും മാത്രമല്ല, കൊല്ലം ചിന്നക്കടയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ബാബുചേട്ടാ, ഇപ്പോ ഒരു കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞൊരു പുതിയ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി കേക്കാണ്. വേദ എന്നൊരു കൊച്ചു പെൺകുട്ടിയാ അതിന്റെ ഒരു, എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു അതിന്റെ നോക്കി നടത്തിപ്പൊക്കെ ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് കേൾക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാരുടെ ഒരു തള്ളിക്കയറ്റം, ഈ കോളേജ് പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് ഭയങ്കര തള്ളിക്കയറ്റമാണ്. ചേട്ടന്റെ ഈ DK കേക്ക് കമ്പനി ആണല്ലോ ഇതിന്റെ ഒരു അധികായര്. ഒരു വെല്ലുവിളി ആവുമോ ചേട്ടാ? ആരാ നിന്നോട് പറഞ്ഞു? ചേട്ടാ കണ്ടില്ലേ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലൊക്കെ ഫുൾ ഇപ്പൊ കേക്ക് സ്റ്റോറി, വേദയുടെ കേക്ക് സ്റ്റോറി. ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും ഒക്കെ നമുക്കിത് മേടിക്കാൻ പറ്റും, ലൈക്കും എല്ലാം മേടിക്കാൻ പറ്റും. അങ്ങനെ ഇവരൊക്കെ മേടിച്ച് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഞങ്ങൾ ലൈക്ക് മേടിച്ച് ഉണ്ടായതല്ല, ഞങ്ങളുടെ കേക്ക് വാങ്ങിച്ചവർ ഇഷ്ടപ്പെട്ടതാക്കിയതാണ്. എന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞങ്ങളല്ല പറയുന്നത്, അത് വാങ്ങിച്ചവര്. DKയുടെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെന്യുവൻ ആണ്. അതിനിങ്ങനെ ലൈക്ക് മേടിക്കുക അത് മേടിക്കാവുന്നില്ല. ആൾക്കാർ വളരെ രഹസ്യമായിട്ട് വന്ന് മേടിച്ച് കൊണ്ടുപോയി കഴിക്കും. അല്ലാണ്ട് ഇങ്ങനെ നാട്ടുകാരെ കാണും ഞാൻ കേക്ക് മേടിച്ച് മറ്റേ കേക്ക് അങ്ങനെയൊന്നും പറയാം. അതായത് കേക്ക് എന്ന് പറയുന്നത് രഹസ്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഒന്നുമല്ല. പബ്ലിക്കായിട്ട് വെച്ച് കട്ടിയിട്ട് കഴിക്കുമോ? പബ്ലിക് ആയിട്ടല്ലേ? ബർത്ത്ഡേ ഫംഗ്ഷൻ ആരെങ്കിലും രഹസ്യമായിട്ട്? ഒരു പ്രൈവറ്റ് പാർട്ടി അല്ലേ ഇത്? പ്രൈവറ്റ് പാർട്ടി ആണെങ്കിൽ അവിടെ ആൾക്കാരുണ്ടാവൂലേ? ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ടിട്ട് ഇതാ കേക്ക് എന്ന് പറയുന്നത് അത് കേക്കാണ്. പിന്നെ ഇപ്പൊ കാലം മാറിയെന്ന് പറഞ്ഞില്ല, ഇപ്പൊ എല്ലാവരും ലൈവായിട്ട് ബർത്ത്ഡേ കേക്ക് ആണെങ്കിൽ എന്തെങ്കിലും കേക്ക് കട്ടിങ് വീട്ടിൽ ലൈവായിട്ടല്ലേ? വിവരമില്ലാത്ത ആൾക്കാർ ഫേസ്ബുക്കിൽ കിടന്ന് കട്ട് ചെയ്യും. വിവരമില്ലാത്തവരെന്നാണോ പറയുന്നത്? കൾച്ചറായിട്ടുള്ള നല്ല 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 ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കേക്ക് കട്ട് ചെയ്ത് അതിനകത്ത് ആരും പോലും അറിയത്തില്ല. ഒരു ഫോട്ടോ എല്ലാം ഫേസ്ബുക്കിൽ ഇടുക, അതിന്റെ കേക്കിന്റെ പടം ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടുന്നത്. അത് DKയുടെ കേക്ക് അത്രയും മോശമായോണ്ടാണ് ആരും ഫോട്ടോ ഇടാത്ത. കേക്ക് സ്റ്റോറിയുടെ നല്ല കേക്ക് ആയതുകൊണ്ടാണ് എല്ലാവരും പബ്ലിക്കിൽ ഇടുന്നത്. ഫേസ്ബുക്കിൽ ഇടുവോ? ഇടത്തില്ല. കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ കണ്ടിട്ടില്ലേ ചേട്ടാ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയെല്ലാം ഒരു മാർക്കറ്റ് ചെയ്യുന്നേ. ചേട്ടന്റെ DK കമ്പനിയുടെ കേക്കും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും കണ്ടിട്ടില്ല. ഞങ്ങളുടെ DK കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു 10-300 വർഷം പഴക്കമുള്ള കമ്പനിയാണ്. പഴക്കമുള്ള കമ്പനി. അന്ന് തൊട്ട് ഈ ഫേസ്ബുക്ക് ഇല്ലാന്നപ്പോഴും ഞങ്ങളുടെ കേക്ക് സ്റ്റോറി വന്നപ്പം അതിന്റെ സ്വാധീനം കുറച്ച് പഴക്കം വന്നു എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണ്. പഴയ അത് പുള്ളി തന്നെ പറയുന്നുണ്ട്, പഴക്കമുള്ള കേക്കാണ് പുള്ളി കൊടുക്കുന്നത്. ചേട്ടന്റെ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ചൊരു ഡൗൺ ആണ് കേട്ടോ. ഇപ്പൊ കേക്ക് സ്റ്റോറിയുടെ മാർക്കറ്റിംഗ് ചേട്ടൻ കണ്ടിട്ടില്ല, എന്തൊരു ഗംഭീര മാർക്കറ്റിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആവശ്യമില്ലാതെ എല്ലാം ഫോട്ടോ എടുത്ത് പറഞ്ഞു ആർക്കും വേണം ഫോട്ടോ ഇടാമല്ലോ. അല്ല, ഫോട്ടോ എടുക്കുമ്പോ തന്നെ നമുക്ക് ആ കേക്കിന്റെ ലുക്കിൽ തന്നെ നല്ലൊരു ഭംഗി. ഞങ്ങൾ തന്നെ എടുത്തിടുന്നതല്ല, ഞങ്ങളുടെ അടുത്ത് കേക്ക് വാങ്ങുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ട് എടുത്തിടുന്നത്. നിങ്ങളോട് ആര് പറഞ്ഞു?
ഞങ്ങളുടെ കസ്റ്റമേഴ്സ് എടുക്കുന്നത് ഇത്ര കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞങ്ങൾ ഇങ്ങനെയുള്ള ഈ ഡ്യൂപ്പ് മാർക്കറ്റിംഗ് പരിപാടി ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ഡൂപ്പ് മാർക്കറ്റിംഗ് ഒന്നും അല്ല ചെയ്യുന്നത്. എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ കുട്ടിക്ക് ആളെ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞങ്ങളുടെ കേക്കിനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞാലും ശരിയാവില്ല. പോട്ടെ ഞങ്ങൾ ഫേക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നൊക്കെ പോട്ടെ പെൺകുട്ടിയല്ലേ. പോട്ടെ. വഴക്കുണ്ടാക്കാം ഒരു നമ്മളൊരു അല്ലെ അപ്പൊ നിങ്ങള് ഒരു നമുക്ക് എന്തായാലും പരിപാടി തുടങ്ങാം. കുറച്ച് സോൾവ് ആയ പരിപാടി എന്ന് അല്ല വെച്ചാൽ ഇവര് തമ്മിൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതായത് ഞങ്ങൾ ഫേക്ക് മാർക്കറ്റിംഗ് ചെയ്യാണ്ട് ഞങ്ങളുടെ കേക്ക് കൊള്ളില്ല, ഡിക്കയുടെ കേക്ക് മാത്രമേ നല്ലതെന്നൊക്കെ പുള്ളി പറയുന്നത്. അവർ കംപ്ലീറ്റ് ഫേക്ക് മാർക്കറ്റിംഗ് ആണ്. കാരണം ഇങ്ങനെ കുറെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പഴയതാണ്, എന്റെ കേക്ക് പഴയതാണ്. ബാവട്ടെ ഉദ്ദേശമല്ല അല്ല ബാവട്ടെ ഉദ്ദേശമല്ല കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞാണല്ലോ. അപ്പൊ അവര് വേദനയ്ക്ക് വേദന നമുക്ക് പരിപാടി തുടങ്ങാം. നമുക്ക് പരിപാടി തുടങ്ങാം. നമുക്ക് കേക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. എന്തായാലും 19-ാം തീയതി റിലീസ് ആവുകയല്ലേ, ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞങ്ങൾ ആരുടെ കേക്കാണ് കേക്കാണ് നല്ലതെന്ന് പ്രേക്ഷകരങ്ങ് തീരുമാനിക്കട്ടെ അല്ലേ. അപ്പൊ നമുക്ക് പരിപാടി ഇന്ന് തുടങ്ങാലോ. ഓക്കെ. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ആഴങ്ങളിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാള സിനിമയിലെ തന്നെ അധികാരമായിട്ടുള്ള താരങ്ങളാണ്. ഒപ്പം ഒരു അല്ലെ വേദ ഒരു പുതിയ നായികയാണ് മലയാള സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന. അശോകൻ ചേട്ടൻ, ബാബു ചേട്ടൻ, ജോണി ആന്റണി. ബാബു ആന്റണി, ജോണി ആന്റണി, അശോകൻ ആന്റണി, വേദ ആന്റണി. വേദ. അപ്പൊ വേദയാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ സിനിമയുടെ ഡയറക്ടർ നിങ്ങളെല്ലാം വെച്ചൊരു പടം എടുത്തിട്ടുണ്ട്. അശോകൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടല്ലേ സുനിൽ ചേട്ടന്റെ പടത്തില്? അത് സുനിലിന്റെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല നേരത്തെ ഇല്ല നേരത്തെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ നല്ല നേരത്തെ പടം വളരെ കാലങ്ങളായിട്ട് അങ്ങനെ അടുപ്പമുണ്ട്. അഭിനയിക്കുന്ന ഇപ്പോഴാണ്. അപ്പം എനിക്കൊന്ന് സുനിൽ ചേട്ടൻ ഡയറക്ട് ചെയ്ത ചന്തയിലാണ് ബാബു ചേട്ടൻ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചല്ലേ? അതൊരു ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു. ചന്ത 2 റിലീസ് ആവാം അല്ല അതിന്റെ ഒരു പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ കേട്ടല്ലോ, ഉള്ളതാണോ? അത് നടക്കുന്നുണ്ട്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. സ്ക്രിപ്റ്റിംഗ് നടക്കുകയാണ്. അതൊരു വലിയൊരു ഒരു ബ്രഹ്മാണ്ഡ പടമായിരിക്കുമല്ലോ. അതെ അതെ, അങ്ങനെ ഒരു സംഭവം ആയിട്ടാണ് നമ്മൾ ചെയ്യുള്ളത്. നല്ല ബഡ്ജറ്റും നല്ല പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട് ചെയ്യുള്ളൂ. ജോണി ചേട്ടാ, സാധാരണഗതിയിൽ നമ്മൾ ഈ സിനിമകളിലെ ഈ ജഗതി ചേട്ടനും അതുപോലെ തന്നെ ഈ പപ്പു ചേട്ടനും ഇന്നസെന്റ് ചേട്ടനൊക്കെ ഈ സ്ക്രീന് വരുമ്പോൾ പ്രേക്ഷകർക്ക് ഭയങ്കര ചിരി വരും, അവരാ സന്തോഷം കൊണ്ട് കൈയടിക്കും. അതുപോലെയാണ് ഇപ്പൊ ഈ ജോണി ചേട്ടനെ സ്ക്രീനിൽ കാണുമ്പോ അല്ലേ? സന്തോഷം. ജോണി ചേട്ടന്റെ ആ ഒരു വിപ്രാളവും ഒരു പരവേശവും ഒരു ആങ്സൈറ്റി ഒക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നമുക്കൊരു സന്തോഷം വരും, നമ്മൾ തന്നെ അങ്ങ് ചിരിച്ചു പോവും, കൈയടിക്കും. അതുപോലത്തെ ഒരു കഥാപാത്രം തന്നെയാണോ കേക്ക് സ്റ്റോറിയിൽ? കേക്ക് സ്റ്റോറി ഞാൻ പറഞ്ഞേ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു നല്ല പ്രണയകഥയാണ്. പിന്നെ കേക്ക് പോലെ തന്നെ മധുരമുള്ള കഥയാണ്. അതിൽ നല്ലൊരു റോളാണ് ഈ പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു ഞാൻ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഈ അച്ഛൻ വേഷങ്ങൾ. ഇതിലും അച്ഛനാണ്, അരുണിൻ്റെ അച്ഛനാണ്. ഇപ്പം ആദ്യമേ തന്നെ അങ്ങ് പറഞ്ഞേക്കാൻ, ഇനിയിപ്പം നാളെ ഇയാൾക്കിതേ ഉള്ള പണിയെന്ന് ആൾക്കാർ ചോദിച്ചാലും പക്ഷേ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു. ഈ പറഞ്ഞാൽ വേദന സ്ക്രിപ്റ്റും സുല്ലേട്ടൻ്റെ ഡയറക്ഷനും മൊത്തത്തിൽ ഇപ്പോൾ കേട്ടുള്ളൊരു കോമ്പിനേഷൻ. ബാബുവിനായിട്ട് കോമ്പിനേഷൻ ഇല്ല, അശോകനായിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് നമ്മൾ പണ്ട് മുതലേ കണ്ടിട്ടുള്ള വലിയ താരങ്ങളല്ലേ ഇവർ. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെയൊക്കെ പടത്തിന് ചേട്ടൻ അസോസിയേറ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ബാബുവേട്ടനോട് ഇവർ രണ്ടുപേരും ഒന്നിച്ച് അഭിനയിച്ച കാസർഗോഡ് കാതർബായുടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ബാബുവേട്ടനായിട്ട് ഞാൻ ഏഴരപ്പൊന്നാനെന്ന് പറഞ്ഞ പടം, പിന്നെ അശോകനായിട്ട് ഞാൻ ഈ പടമാണ് കൂടുതൽ കാസർഗോഡ് കാതർബായി ആണ് വർക്ക് ചെയ്തത്. പിന്നെ രണ്ടുപേരും നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ എന്തോ ഭാഗ്യക്കേട് കൊണ്ട് എനിക്ക് അവരെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. രണ്ടാം ഭാഗം അതിലിവർ അഭിനയിപ്പിക്കാമല്ലോ. ഞാൻ അതിനെപ്പറ്റി തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് വർക്ക് വരുന്ന വേളയിൽ തീർച്ചയായിട്ടും അതിനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ആ സമയം പറയും ഒരു ക്യാരക്ടർ വന്ന, പക്ഷെ അത് ചെയ്തപ്പോ അതൊരു എഴുതിയത് അങ്ങനെ പറയൂട്ടെ. ഞാനൊരു പരിധി വരെ എന്നെ കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാനൊരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അല്ല, എനിക്കിതിനകത്ത് ഒരു തരത്തിലുമുള്ള ഇതില്ല. ഞാൻ രണ്ടുപേരെ ആരാധിക്കുന്ന നടന്മാരാണ്. തനത് ശൈലിയുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. ഇപ്പം സുനിലേട്ടൻ തന്നെ എത്രയോ 5 or 6 പടത്തിൽ ബാബുവേട്ടൻ അഭിനയിച്ചു കഴിഞ്ഞു. ഇല്ല, എല്ലാം നല്ല നല്ല വേഷങ്ങൾ. ഇപ്പോൾ ചന്ത 2 വരാൻ പോകുന്നു. ചന്ത 2 ആ ചന്തയിലെ ഒരു പലചരക്കിടക്കാരനായിട്ടാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ബാബുവേട്ടൻ വന്ന് എന്നോട് കാശ് ചോദിക്കും. ഞാൻ ചോദിക്കും തരാൻ മനസ്സില്ലെങ്കിലോ. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിലുള്ള സോളോ ഫൈറ്റ്. അവിടെ വെച്ച് ഞങ്ങൾ തമ്മിലുള്ളൊരു സോളോ ഫൈറ്റ് ഉണ്ട്. അതില് ബാബു ചേട്ടനെ പരാജയപ്പെടുത്തും. ഇല്ല അല്ലല്ല, കട്ടക്ക് നിൽക്കുമ്പോ പോലീസ് വരും. ഇതൊക്കെ പറയും. അടുത്ത പടത്തിൽ ഞാൻ ഇല്ലെങ്കിൽ വിവരം
SI വികാരം അശോകനിലായിരിക്കും. ഞങ്ങൾ ഇവര് എഗ്രിമെന്റ് വെച്ചു അടുത്ത പടത്തിൽ ശക്തമായൊരു കഥാപാത്രം അഡ്വാൻസ് ഒക്കെ തന്നിരിക്കും. ഈ അശോകൻ ചേട്ടനോട്ട് ഫൈറ്റ് കാണൂ ചന്ദ 2-ല്? പറയാൻ പറ്റത്തില്ല. വരുന്നവരെ അടിച്ചിടുകയാണ്. ആരും നോക്കൂല. ഇപ്പോ കേമൻ ഞാൻ ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോഴേ അതിനകത്ത് ഈ പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ട് വളരെ ഫ്രീക്കി സ്റ്റൈലാണ് അശോകൻ ചേട്ടൻ. അല്ല അത് പറ്റായികയല്ല. അല്ല ഞാൻ ഈ പണ്ട് ഈ സിനിമകളിൽ യവനിക അതുപോലെ തന്നെ പത്മരാജൻ സാറിന്റെയും KG ജോർജ് സാറിന്റെ ഒക്കെ സിനിമകളിൽ കണ്ട അശോകൻ ചേട്ടൻ അല്ല ഇപ്പോഴത്തെ വളരെ കൂളായിട്ട് വളരെ ചിൽ ഫൺ മൂഡിലുള്ള അശോകൻ ചേട്ടനാണ്. ഇപ്പൊ കേമൻ സോമൻ എന്നുള്ളൊരു കഥാപാത്രം തന്നെ ഉണ്ടല്ലോ, അത് എന്തൊരു കഥാപാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്കുള്ളിൽ തന്നെ കേമൻ സോമൻ വല്ലാതെ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരുപാട് ആത്മഹത്യകൾ കാണുന്നു, കഞ്ചാവ് അടിച്ച് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുപ്പക്കാർ കൊലപാതകം ചെയ്യുന്നു. അപ്പോഴാണ് എത്രയൊക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും 8 നില പൊട്ടിയാലും കേമൻ സോമൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോഴത്തെ വയലൻസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്ത പടങ്ങളിൽ ഞാൻ സൊല്ലോ ഒക്കെ ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ തലവെട്ടലോ കൈവെട്ടലോ ബ്ലഡ് ഷെഡോ ഒന്നും കാണില്ല. വയലൻസ് ഇല്ല, നല്ല ആക്ഷൻ ഉണ്ടാവും. ഇടിച്ചു കഴിഞ്ഞാൽ ആൾക്കാരുടെ തല തെറിച്ചു പോകും, അങ്ങനെയൊന്നുമില്ല. താഴെ വീഴും, അത്രേ ഉള്ളൂ. പിന്നെ അതിനകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അങ്ങനെയില്ല, അബ്യൂസായിട്ട് ലാംഗ്വേജ് ഇല്ല. കൊച്ചു കുട്ടികൾക്ക് വരെ കാണാവുന്ന സിനിമകളാണ് നമ്മൾ ചെയ്യുന്ന ആക്ഷൻ സിനിമകൾ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ് അത്. അതുപോലെ തന്നെ കേസ് സ്റ്റോറി മനോഹരമായ ഒരു അല്ല അതാണ് ഇപ്പൊ അതുപോലത്തെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ അതോ ഇത്? അല്ല, കേമൻ സോമൻ എൻ്റെ ഡിഫറെന്റ് ആയി ക്യാരക്ടർ. ഇത് കുറെ ജീവിത അനുഭവങ്ങൾ, അതായത് നല്ല രീതിയിൽ ജീവിച്ചിട്ട് അവസാനം ഇടയ്ക്ക് അങ്ങ് ഡൗണായി തറപറ്റി പോവാണ്. പിന്നെയും അധ്വാനിച്ച് കൂടുതൽ പഴയ ആൾക്കാരെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മളെ അതിലേക്ക് കേക്കിൻ്റെ ബാക്കി കഥ പിന്നെ കണ്ടാൽ മതി, അതിലേക്ക് വന്ന് സംഭവമാണ്. ഒരു നല്ലൊരു ക്യാരക്ടറാണ്, ഒരു സെൻട്രൽ ക്യാരക്ടർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. അതായത് ഒറ്റയ്ക്ക് മാത്രല്ല ചുറ്റിനും നിൽക്കുന്നവരും കൂടെ ഡൗൺ ആയി പോകുമ്പോ അദ്ദേഹം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കേമൻ സോമന്റെ ഷെയ്ഡ് ഉണ്ട്. അല്ല, കേമൻ സോമന് രണ്ട് സ്വഭാവമാണ്. അതുകൊണ്ട് കേമൻ സോമൻ സ്വന്തമായിട്ട് തന്നെ പ്രശ്നം നമുക്ക് അടുത്ത് ജയിക്കുമല്ലോ. എത്ര തോറ്റാലും പിന്നെയും ഇരട്ടി ശക്തിയോടെ വരിക. ഒരു സ്കൂളിൽ പോലും പഠിക്കാത്ത ഒരാള് പിള്ളേർക്ക് നീ വൈകിട്ട് വീട്ടിൽ വാ, ഞാനത് പറഞ്ഞു തരാം, 10 വയസ്സുടെ കാര്യം അറിയാം. അതാണ് കേമൻ സോമൻ. ഇത് പക്ഷെ അങ്ങനെയല്ല, അതിന്റെ വേറെ ലൈഫ് എക്സ്പീരിയൻസ് നല്ല പോലെയുള്ള ഒരു ഗൈഡ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ. അത് ഈ 3 പേർക്കും അനുഭവങ്ങൾ വളരെ കൂടുതലാണല്ലോ അല്ലേ, സിനിമയിലെ അനുഭവങ്ങളും. ചേട്ടാ, നമ്മൾ ഈ സാധനം ഈ കോമഡി അഭിനയിക്കുമ്പോഴേ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഭയങ്കര പാടാണ് ഈ കോമഡി ഒന്ന് അഭിനയിച്ച് ഫലിപ്പിക്കാൻ. നമ്മൾ ആ ഹാസ്യ നടന്മാരെന്ന് പറയുമ്പോഴും അവരുടെ ആ കോമഡിയുടെ ടൈമിങ്ങും എല്ലാം കൃത്യമായില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പാളിപ്പോവും. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ സംവിധായകർ ഈ കോമഡി പടം ചെയ്യാൻ ഈ സംവിധായകർക്കെല്ലാം ഭയങ്കര പേടിയാണ്. കാരണം അത് ഒത്തില്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് പാളിപ്പോവും. ഈ ക്യാമറയുടെ മുന്നിലിരുന്ന് ഈ കോമഡിയുടെ ടൈമിങ്ങും അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാണല്ലോ അഭിനയിക്കുന്നത്. ആ ഒരു കൃത്യതയും ആ ഒരു കണിശതയൊക്കെ ഈ ഓഫ് സ്ക്രീനിൽ എങ്ങനെയാണ്? നമ്മൾ ഈ ക്യാമറയുടെ മുന്നിൽ ഈ കോമഡി ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ചിൽ ഫൺ മൂഡ് അത് ഓഫ് സ്ക്രീനിലും കാണും. അത് ഓഫ് സ്ക്രീനിൽ വരുമ്പോൾ ഈശ്വര ഇത് ഇങ്ങനെ ഇത് ഏക്കോ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാവും. ഈ ഹാസ്യം എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, വസതി അഭിനയിക്കുന്ന ഹാസ്യമൊന്നും മറ്റൊന്നും ഒരു വേർതിരി വസത്തില്ല. എല്ലാവരും ഹാസ്യം. പണ്ട് ഈ ഹാസ്യം പഠന അവാർഡ് എന്നൊക്കെ പണ്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് ഒരു വിധത്തിൽ തെറ്റാണ്. കാരണം ആക്ടർ ആകുമ്പോൾ ഹാസ്യമൊക്കെ ചെയ്തു പോകും, എല്ലാ കാറ്റഗറിയിലും പെടുന്ന ആണല്ലോ. അല്ലാതെ ഹാസ്യം നടന്നവർ അതും ഹാസ്യം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി വാസ്തവത്തിലില്ല, എല്ലാ അഭിനയം തന്നെയാണ്. പിന്നെ ഹാസ്യം എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആക്ഷൻ ചെയ്യുന്നതിലും ബുദ്ധിമുട്ടാണ്, കൈയും കാലും ഓടിയും അവിടെ പിന്നെ ടൈമിങ് വേണം. അല്ല, ഞാൻ പറഞ്ഞത് രണ്ടും തമാശ ബുദ്ധിമുട്ടാണ്, എല്ലാ ആക്ടിങ്ങും ബുദ്ധിമുട്ടാണ്. സെന്റിമെന്റ്സ് കാണിച്ചിട്ട് കരഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, തിയേറ്ററിൽ കോമഡി കാണിച്ച് ചിരിച്ചില്ലെങ്കിൽ ചലിച്ചു അത് ടെൻഷൻ തന്നെ. നമ്മളെ പിന്നെ ഈ പറഞ്ഞ ചിലപ്പോൾ ഈ നമ്മൾ സെറ്റിലൊക്കെ എടുക്കുന്ന സമയത്ത് ചില തമാശ രംഗങ്ങൾ ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ എല്ലാവരും ചിരിക്കും. അത് പിന്നെ റീടേക്സ് വരുന്തോറും ചിരി കുറയും, അപ്പം നമുക്ക് ആദ്യം വരും. പിന്നെ എപ്പോഴും കോമഡിയുടെ ഒരു സംഭവം റിഹേഴ്സൽ പോലെ എടുക്കുന്ന ആദ്യത്തെ ടേക്ക് ആയിരിക്കും പക്ക ടേക്ക്, ഫ്രഷ്. അതിലാരെങ്കിലും തെറ്റിക്കോ ക്യാമറയുടെ പ്രശ്നം കൊണ്ടോ വീണ്ടും അത് റീടേക്ക് വന്നാൽ ആർട്ടിസ്റ്റ് ഡൗൺ ആവും. അതുകൊണ്ടാണ് എപ്പോഴും കോമഡി ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാരും ലേട്ടനൊക്കെ അറിയായിരിക്കും. ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് അല്ല, ഇപ്പോൾ റാഫി മക്കാട്ടനായാലും ഷാഫിയൊക്കെ അവർ ആദ്യമേ തന്നെ അത് പറഞ്ഞ ഫസ്റ്റ് ഒക്കെ വെക്കും.
ഇപ്പം ഞാൻ മൂസയ്ക്ക് ഒരു പരിധി വരും അമ്പളിച്ചേട്ടൻ്റെയൊക്കെ ഫസ്റ്റ് ടേക്ക് ഗംഭീരമായിരിക്കും. ഏതെങ്കിലും തെറ്റ് കഴിഞ്ഞാൽ പുള്ളി തന്നെ ഇറിറ്റേറ്റഡ് ആവും, പുള്ളി തന്നെ ചെയ്തിട്ടും ശോനി അത് നീ പേരില്ല ശരി എടുക്കാം. അപ്പം അത് എല്ലാവർക്കും ഉള്ള. അപ്പം തമാശ ഒരു നിസ്സാര കാര്യമല്ല. പിന്നെ എല്ലാ സിനിമയിലും എല്ലാത്തിനും ഇപ്പം ആക്ഷൻ നിസ്സാരമാണോ? ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞ നിസ്സാരമല്ല, അത് ആളുകൾക്ക് ഫീൽ ചെയ്യണ്ടേ ഇയാൾ അടിച്ചു. പക്ഷെ ബാബു ചേട്ടന്റെ ആക്ഷൻ വളരെ നിസ്സാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ? ഇല്ല, അത് നിസ്സാരമല്ല. നമ്മൾ അതിനായിട്ടുള്ള കാരണം ട്രെയിൻഡ് ഒരു മലയാള സിനിമയുടെ ഒരു സർട്ടിഫൈഡ് ആക്ഷൻ ഹീറോ ആണല്ലോ. ചോദിച്ചെന്നറിയോ, ബാബു ഇതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് അങ്ങനെ അതെ അതെ എക്സ്പോർട്ട് ആയതുകൊണ്ട്. നമ്മൾ ഏത് ആക്ഷൻ ആണെങ്കിലും അതുപോലെ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്ഷനേ ഉള്ളൂ. കോമഡി ആണെങ്കിലും കരയുന്നതാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ആ ഒരു സ്റ്റാർട്ട് ക്യാമറ നമുക്കൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ അടുത്തങ്ങനെ പോയി നിന്നാ വിവരം അറിയുന്നുള്ളൂ, മർമ്മം അറിയാവുന്ന ആളാണ്. ഇടിച്ച് നൂറ്റ് തെറിപ്പിച്ച് അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ബാബുവേട്ടനെ പോലെ ഒരാളെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അങ്ങനെ സ്ഥിരം വരുന്നവരും ഫൈറ്റ് ഇല്ലെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നാളെ ഒരു സിനിമ എടുത്താലും ബാബുവേട്ടന് ഒരു മാസ് എൻട്രി വെച്ചിട്ട് ഫൈറ്റിൽ അല്ലാതെ ബാബുവേട്ടൻ വന്നിട്ട് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് നമ്മള് ഞാൻ പടം എടുത്താലും അങ്ങനെ വരുള്ളൂ. ആ ഫാസ്റ്റ് ഇങ്ങോട്ട് എൻട്രി പട അത്രേ ഉള്ളൂ. അല്ല, അത് ഒരാൾ അങ്ങനെ ഇമേജ് ഉണ്ടാക്കുന്ന വലിയ കാര്യമല്ലേ? അതെ, ചെറിയ കാര്യമല്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു യോദ്ധ അല്ല നമ്മുടെ ദൗത്യം, ആ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ടാൽ അന്ന് കാണണം. ഒരു ഇംഗ്ലീഷ് ആക്ടർ, ഒരു ഹോളിവുഡ് ആക്ടർ ആണെന്ന് തോന്നുന്നു. ആ രീതിയിലാണ് ബാബുവേട്ടൻ്റെ ആ മൊത്തത്തിൽ അതിൻ്റെ ഒരു വേഷപ്പകർച്ചയും ബിഹേവിങ്ങും. എനിക്ക് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ബാബുവിൻ്റെ മൂന്നാം മുറ, ബാബുവിൻ്റെ എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമാണ്. അത് മാസ് എൻട്രിയാണ്. അത് പിന്നെ എനിക്ക് തോന്നുന്നു ബാബുവേട്ടനുള്ള ഇന്നും ബാബുവേട്ടന് ആ ഒരു ഓഡിയൻസും ഫാൻസ് ഉണ്ട്. കാരണം ബാബുവേട്ടൻ കൂടിക്കാഴ്ച എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പം ബാബുവേട്ടന് ആ ഓഡിയൻസ് ഇന്നും നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ബാബുവേട്ടന് നമ്മുടെ അതായത് കായംകുളം കൊച്ചുള്ളിയിൽ വന്നു, അതുപോലെ RDX വന്നിട്ടൊക്കെ ഈ കൈയടി വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. പക്ഷേ ഈ ഒരു ജാതി ജാതകത്തില് ചേട്ടന്റെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ. നായകന്റെ കാമുകി അടിച്ചു മാറ്റി കൊണ്ടുപോയി കല്യാണം കഴിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ. നമ്മൾ ഒരിക്കലും ബാബുവേട്ടിൽ നിന്ന് അങ്ങനെ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ ഈ സിനിമയിലും നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബാബു ആന്റണി ഇൻട്രോ ഉണ്ടല്ലോ, അത് ഈ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ബാബു ആന്റണി ചേട്ടൻ ഈ സിനിമയിൽ കാണാം. ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഇങ്ങനെ ഒരു സംഭവം. അത് വളരെ ഡിഫറെന്റ് ആയിട്ട് വില്ലൻ പറഞ്ഞാൽ തന്നെയും പോസിറ്റീവാണ്, അത്രേ പറഞ്ഞാവും. ഒരു പാവം പിടിച്ച വില്ലനാണോ? അല്ല, ഞാൻ ഡബ് ചെയ്തപ്പോ എനിക്ക് ഈ പോയിട്ട് ഒരു അടി കൊടുത്താൽ കൊള്ളാന്ന് തോന്നി. അതുപോലെയാണ് ആ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജോണി ചേട്ടാ, ഇപ്പൊ ജോണി ചേട്ടന്റെ അച്ഛൻ കഥാപാത്രങ്ങളും പല അച്ഛൻ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമാണെങ്കിലും ചേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ അതെല്ലാ റോൾസിലും ചേട്ടൻ്റെ ഒരു സ്റ്റൈല് പോലും അതിങ്ങനെ കാണിക്കാറുണ്ട്. ഈ വെപ്രാളവും പരവേശവും ആങ്സൈറ്റിയൊക്കെ കണ്ടപ്പോൾ മമ്മൂക്ക ചേട്ടൻ്റെ ഒരു ഉപദേശം തന്നില്ലായിരുന്നോ? അതായത് കഥാപാത്രത്തിലല്ല, അതായത് ഞാൻ ആദ്യത്തെ സിനിമ ശിക്കാരി ശംഭുവിൽ ഞാൻ പള്ളിയിലച്ഛനായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക അത് കണ്ടെന്നു. ജോണി അഭിനയിക്കുമ്പോഴും ഒരു സംവിധായകനുണ്ട്. ജോണി മൊത്തത്തിൽ കൂടെ നിൽക്കുന്നവർ നന്നാവുമോ, അപ്പുറത്ത് ലൈറ്റ് കറക്റ്റായിട്ട് പാസ് ചെയ്യുമോ, അല്ലെ വരുന്നുണ്ടോ, ഇതെല്ലാം ജോണി കോൺഷ്യസ് ആകുന്ന ജോണിയുടെ മുഖം പറയുന്നുണ്ട്. അതങ്ങ് എടുത്ത് കളഞ്ഞു. പണ്ട് അനീഫ്ക എങ്ങനെയായിരുന്നു അത്രേ. അനീഫ്കയും പുള്ളിയും കൂടെ അഭിനയിക്കുമ്പോൾ അനീഫ്ക തമ്മിലുള്ള ഡയലോഗ്, എന്താ നിന്റെ പേര്, രാമൻകുട്ടി എന്ന് മമ്മൂക്ക പറയണം. മമ്മൂക്ക പറയിച്ച ലേറ്റ് ആകുമ്പോൾ അനീഫ്ക തന്നെ പറയുന്നത്, എന്താ നിന്റെ പേര്, രാമൻകുട്ടി. ഏതാ അത്ര ടെൻഷനോടെയായിരുന്നു അനീഫ്ക അഭിനയിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ ഒരു സംവിധായകനായിരുന്നല്ലോ. പക്ഷെ എനിക്ക് അതല്ല, ആദ്യകാലങ്ങളിൽ എനിക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ബോഡി ലാംഗ്വേജിലൊരു വെപ്രാളമുണ്ട്. എനിക്ക് ഒന്നിനും നിസ്സാരമായിട്ട് കാണാം, അതാ ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ പിന്നീട് വെപ്രാളം ഇല്ലാതെ പാൽത്തൂജാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ എന്നാ പറയണ്ട തല്ലുമാല, ജോഹാൻ ജോയിലൊന്നും ഞാൻ ആ വെപ്രാളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ശരിയാണ് ഈ പറഞ്ഞ. പിന്നെ വാലെത്തി പിടിച്ച കഥാപാത്രം വരുമ്പോൾ എന്തായാലും വെപ്രാളപ്പെട്ടല്ലേ പറ്റുള്ളൂ. നല്ല ടൈമിംഗ് അല്ലേ അശോകന്റെ, അടിപൊളി ടൈമിംഗ് അല്ലേ. ഇതിന് ടൈമിംഗ് ആണ് എല്ലാത്തിനും വേണ്ടി. കറക്റ്റ് ടൈമിങ്ങും ആ ഒരു സംഭവമാണ്. ഏതാണെങ്കിലും ആക്ഷൻ ആണെങ്കിലും. അശോകന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയാം, അശോകന്റെ ഒരു ക്ലോസ് എടുക്കുകയാണെങ്കിൽ, എടാ 10 മണിക്കത്തെ വണ്ടി ഇവന്ന് വരുമെന്ന് തോന്നില്ല,
അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതെ രാജേട്ടൻ ഓ ആ ഇതെപ്പോ തീരുമെന്ന് പറയാൻ പറ്റില്ല. ഏതായി നമ്മളവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ എഡിറ്റർ ചിലപ്പോ ആദ്യത്തെ ആ ഓ മാത്രമേ വെക്കുള്ളായിരിക്കും. ഓ അതെടുക്കും. അശോകൻ ചേട്ടൻ തഗ്ഗിന്റെ ആളാണ്, അത് കണ്ടിട്ടുണ്ടോ? തഗ്ഗിന്റെ ആളാണ് അശോകൻ ചേട്ടൻ. അത് അശോകൻ ചേട്ടൻ ഇപ്പൊ ഈ ട്രോളുകൾ ഒരുപാട് വരുമല്ലോ, ആ ട്രോളുകൾ എല്ലാരും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമല്ലേ ഈ കറുത്ത കൂളിംഗ് ഗ്ലാസും സിഗരറ്റും അതുപോലെ ഒരു തഗ്ഗിന്റെ ഒരു ഇത്. യവനികയില് അശോകൻ ചേട്ടന്റെ ഡയലോഗിനൊക്കെ അതിപ്പോ തഗ്ഗായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിക്കുമല്ലോ പുള്ളിയോട്, നീയാണോ കൊല്ലുന്നത്? കൊല്ലണമെന്നുണ്ടായിരുന്നു, സൗകര്യത്തിന് കിട്ടിയില്ലെന്ന്. വേദയെ സംബന്ധിച്ചിടത്തോളം അതായത് തിരക്കഥ എഴുതിയിരിക്കുന്നു, ഇതിലെ നായികയാണ്. ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡായിട്ടുള്ള ഒരു സംഭവമാണല്ലേ മകളുടെ തിരക്കഥയിൽ സംവിധാനം ചെയ്യുക എന്നുള്ളത്. ഏതൊരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല എനിക്ക് വേദയെക്കുറിച്ച് തോന്നിയ വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അല്ലെ. 5ാം ക്ലാസ്സിന് ശേഷം ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഈ സ്കൂളുകളിൽ കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, മാത്സ് എല്ലാം പഠിക്കുമല്ലോ. ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോഴും നമുക്കൊരു പിടുത്തം കിട്ടൂല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ ഗുരുകുല വിദ്യാഭ്യാസം അതെങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മീൻ പ്രാക്ടിക്കലി നമുക്ക് ലൈഫ് ജീവിച്ചു പഠിക്കുക എന്നുള്ളത് തന്നെയാണ് സംഭവം. ഈ 12 വർഷത്തിനിടെ ട്രാവലിങ്ങിലൂടെ ആയാലും ഏത് സിറ്റുവേഷനിലായാലും അത് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ഈ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരില്ലേ, ഈ മഹാഭാരതത്തിലെ ദ്രോണാചാര്യരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് കൗരവരാണെങ്കിലും പാണ്ഡവരാണെങ്കിലും അവർക്ക് എന്താണ് അവരുടെ ഒരു സ്കില്ലെന്ന് മനസ്സിലാക്കി അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നിർഭാഗ്യരായിട്ടുള്ള നമ്മളെ പോലുള്ള വിദ്യാർത്ഥികളെല്ലാം എല്ലാം പഠിച്ച് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ കൺഫ്യൂഷൻ അടിച്ചൊരു സമ്പ്രദായമായിരുന്നല്ലോ നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? അല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കണക്ക് പറ്റില്ല, സയൻസ് പറ്റില്ല, ഇംഗ്ലീഷ് പറ്റുകയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ പറ്റാവുന്ന ഒരു മേഖലയെ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് ഒരു സന്തോഷം. ഞാൻ മേഖലയോട് ചോദിച്ചു, ദൈവമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം അറിയാമോ? അറിയില്ല. അല്ല അത് അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും അല്ല അതൊന്ന് തിരിച്ചു ചോദിക്കാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു ചോദിച്ചു ശരിയാണോ ചോദ്യം? ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കിരീടത്തിൽ തിരഞ്ഞെടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ, A-B+B-A-B അല്ലേ? A-B പിന്നെ അതിനിടയ്ക്ക് ഒരു സൈൻ തീറ്റ കോസ് തീറ്റ കയറി വരും. അല്ല ബാബുചേട്ടൻ എന്താ തോന്നിയിട്ടുള്ളതിനെ കുറിച്ച്? എന്തിനെ കുറിച്ച്? അല്ല നമ്മൾ ഈ ഇപ്പൊ വേദ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. അപ്പോൾ നമ്മളൊക്കെ ബാബുചേട്ടനാണെങ്കിലും ചേട്ടനൊക്കെ ആരെങ്കിലും ഞാനാണെങ്കിലും ഈ സ്കൂളുകളിൽ പോയി എല്ലാം പഠിക്കേണ്ട ഒരു ആവശ്യം വരുമല്ലോ. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ? ഈ പഠിപ്പിച്ച വിഷയം തന്നെ നമ്മളൊരു ജോലിക്ക് പോയാൽ ഈ സാധനമാണോ വരുന്നത്? ഒരിക്കലും അല്ല. ആണോ? ഒന്നുമല്ല. ഒരു ജോലി പോകുമ്പോഴും ഈ കോസ് തീറ്റ, സൈൻ തീറ്റ, കോഴിത്തീറ്റ എന്നൊക്കെ ഇത് പഠിക്കുന്ന നമ്മൾ ജോലി സ്ഥലത്ത് ഇത് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടോ? ബന്ധമില്ല സത്യത്തിൽ. ശരിയല്ലേ? ഇക്വേഷൻസ്, ഫിസിക്സിലെ മറ്റേ കെമിസ്ട്രി ഇതൊക്കെ തലവേദന അവസ്ഥത്തിൽ. അതുകൊണ്ട് ഇത് ഇഷ്ടമേ അല്ല. ശരിയാണോ? എന്താ സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത മനസ്സ് ക്ലാസ്സിലായിരുന്നില്ല. കണക്കെന്നൊക്കെ കേൾക്കുമ്പോ അടിക്കുന്ന സാറിനെ ഓർമ്മ വരുന്നു. തെറ്റിച്ചു കഴിഞ്ഞാൽ അടിക്കാം. പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് മാവേലും കയറി, തെങ്ങയിലും കയറി, മര്യാദക്ക് പോയിട്ടില്ല, തോട്ടിലും ചാടി, കരാട്ടയും പഠിച്ച് നമുക്കിട്ടായി. നമ്മുടെ പിള്ളേരൊക്കെ ഫിസിക്സ് അവർക്ക് നന്നായിട്ട് അല്ലെങ്കിൽ കെമിസ്ട്രി. അപ്പം ഞാൻ ചുമ്മാ നമുക്കറിയാവുന്ന ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഞാൻ ചുമ്മാ ചോദിക്കും, ആപേക്ഷിക സാധ്യത സമം നമ്മള് പദാർത്ഥത്തിന്റെ പിണ്ഡം വ്യാപ്തം. കൊള്ളാലോ അപ്പൻ, ഒറ്റ ഉത്തരം എനിക്കറിയുള്ളൂ. ഇത് പറയണെന്ന് പ്രാർത്ഥിക്കുന്നത്. ജോണി ചേട്ടാ, ഇപ്പൊ ജോണി ചേട്ടന്റെ കയ്യിൽ കിട്ടി എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. CD മൂസ 2 എപ്പോഴാ വരാൻ പോകുന്നതെന്ന് എല്ലാരും ഓടി നടന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചേട്ടനെ ശരിക്കും മടുപ്പിക്കുന്നുണ്ടോ, വെറുപ്പിക്കുന്നുണ്ടോ? എന്തിനാ? അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടോ ആ സിനിമയോടുള്ള താല്പര്യം കൊണ്ടോ അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കുമ്പോൾ നമ്മൾ എത്ര ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ, അതെങ്കിലും ചെയ്യണമല്ലോ. നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം അത്.
അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ആ പടം വന്ന സൂപ്പർ ഡൂപ്പർ ഹിറ്റാണത്. മലയാള പിന്നെ നമ്മളെ ഞാൻ സിനിമ പറഞ്ഞില്ലേ, കൾട്ട് ക്ലാസിക് കോമഡി ചിത്രമാണ് പിന്നെ CID മൂസ. നമ്മൾ സിനിമ സംബന്ധമായിട്ടുള്ള ഏത് ചോദ്യം ചോദിച്ചാലും നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവേണ്ട കാര്യമേ ഇല്ല. സിനിമ സംബന്ധമായിട്ട് നമ്മുടെ സിനിമകളെ സംബന്ധിച്ച്, നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഇത് വേറെ ആളുടെ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചിലരുണ്ട്, ആ സിനിമ എന്താ, ആ സിനിമയെക്കുറിച്ച് അഭിപ്രായം, അത് ഞാൻ പറയില്ല. എൻ്റെ സിനിമകളെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മളെ കേക്ക് സ്റ്റോറി 19-ാം തീയതി റിലീസ് ആവാൻ പോവുകയാണ്. ബാബുചേട്ടനും വേദയും തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതാണ് സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രതീക്ഷിക്കാം. വേദയും അശോകനും ഞാനുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പം ബാബു ആന്റണി ചേട്ടനെ പോലെ ഒരു അല്ലേ നഞ്ചക്കൊക്കെ പഠിച്ച് കരാട്ടയൊക്കെ പഠിച്ച് മർമ്മം അറിയാവുന്ന ഒരു ഞാനിപ്പോ അടുത്തിരിക്കുന്നവരെ സൂക്ഷിച്ചാ പക്ഷേ ഈ പടത്തിൽ നമ്മൾ നഞ്ചാക്കല്ല, കേക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ കേക്ക് കൊണ്ടാണ് ഞാൻ ഇവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന കേക്ക് കൊണ്ട്, എൻ്റെ കേക്കാണ് ഏറ്റവും നല്ല കേക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു യുദ്ധമാണ്. എൻ്റെ കേക്ക് തന്നെ വിൽക്കണം. ഞാൻ ലോകത്തിൽ ഏതൊക്കെ കേക്ക് ഉണ്ടോ ഏതെങ്കിലും നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അക്വയർ ചെയ്യാൻ നോക്കുക. അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ക്യാരക്ടറാണ്. ചേട്ടന് ശരിക്കും കേക്ക് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പിടിയുണ്ടോ? അതൊരു ഒരു പ്രണയത്തിന്റെ ഒരു ഫുഡും കൂടെയാണല്ലോ കേക്ക് എന്ന് പറയുന്നത്. ഇത് ഇതിന്റെ ബേസ് എന്ന പ്രണയമാണ് കേട്ടോ. ഈ കേക്ക് ബേസ് എന്ന പ്രണയമാണ്. അല്ല, ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അതിന്റെ പുറകില്. ഈ കുഞ്ചു വർഗീസ്. അതിനിടെ പിന്നീടാണ് സംഭവങ്ങൾ എല്ലാവരും ഞങ്ങൾ സുഹൃത്തുക്കളും ഇത് നമ്മളെ തകർക്കാനായിട്ട് വരുന്ന സ്ട്രോങ് ഒരു വില്ലനും അവസാനം വളരെ പോസിറ്റീവ്. അങ്ങനെ ഒന്നും പറയുന്നില്ല, പോട്ടെ. സ്ട്രോങ് വില്ലനാണ് നേരത്തെ പറഞ്ഞു, പാവം വില്ലനാണ്. അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, പല ഇതും മാറ്റിമറിക്കുന്ന ഒരു രസമുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അതെ അതെ, സ്ഥിരം കാണുന്ന സംഭവമല്ല. അല്ലെ, നമുക്ക് ഈ വയലൻസ് പടങ്ങൾ കണ്ട് ഇപ്പോഴത്തെ ഒരുപാട് പ്രസക്തി ഉണ്ട് ഈ സിനിമയ്ക്ക്. കാരണം അതുപോലത്തെ പടം കാണാൻ നമുക്ക് എല്ലാവർക്കും ഒരു നായകനോ വില്ലനോ നായികയോ മറ്റ് റോളുകള് അതൊന്നുമല്ല ഇതിനകത്ത് സംഭവം. അതിനൊന്നും അങ്ങനെ രീതിയിലല്ല. കേക്കാണ് ഇതിലെ സത്യത്തിൽ പ്രധാന കഥാപാത്രം. കേക്കാണ് ഹീറോ. ഏതായാലും നമ്മള് കേക്ക് സ്റ്റോറിക്കായി നമ്മൾ ഏപ്രിൽ 19-ാം തീയതി പ്രേക്ഷകരെല്ലാം അല്ലെ ഒരു കേക്കും കഴിച്ചിട്ട് സിനിമ വന്ന് കാണണം. സിനിമ വലിയ വിജയമാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.